بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനിക്കാനും ആദരിക്കാനും കടപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സിറിയ സ്വേച്ഛാധിപത്യത്തിൻ്റെ പതനവും ജനാധിപത്യത്തിൻ്റെ വിജയവും എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്കിവിടെ ചർച്ചയ്ക്കാൻ ലഭിച്ചിട്ടുള്ളത്. ലോകത്ത് ഏതൊരു ഭരണകൂടവും സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രതിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ തിരിഞ്ഞിറങ്ങുന്നത് സ്വാഭാവികമാണ്. ചരിത്രം കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ എവിടെയെല്ലാം സ്വേച്ഛാധിപത്യം പൂണ്ടി വിളയാടിയോ അവിടെയെല്ലാം ജനങ്ങൾ തിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ അവസാനത്തെ കണ്ണിയാണ് സിറിയ എന്ന് പറയുന്നത്. ബഷർ അൽ അസദിന്റെ നേതൃത്വത്തിൽ കാലാകാലങ്ങളായി സിറിയൻ ജനത പ്രതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ബഷർ അൽ അസദ് അദ്ദേഹത്തിന്റെ പിതാവും കാലാകാലങ്ങളായി സിറിയൻ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും സമാധാനമായ അന്തരീക്ഷത്തിൽ പ്രക്ഷോഭം നടത്തുകയും അങ്ങനെ ജനാധിപത്യത്തിന് തിരികൊടുക്കുകയുമായിരുന്നു കഴിഞ്ഞ ഡിസംബർ 8 നടന്നത്. സിറിയ എന്ന് പറയുന്നത് മധ്യേഷ്യയിലെ ഒരു ചെറിയ രാജ്യമാണ്. അഥവാ ഇന്ന് യുദ്ധഭീതി അയത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ പ്രദേശത്തെ ഒരു ചെറിയ രാജ്യം. അവിടെയെല്ലാം യുദ്ധത്തിന്റെ കോളിളക്കളാണ് എപ്പോഴും വിദ്യാർത്ഥികൾ കാണുന്നതും കേൾക്കുന്നതുമല്ല. ആ സാഹചര്യത്തിലാണ് സിറിയയിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പശ്ചിമേഷ്യയിലും ഉത്തരാഫ്രിക്കയിലുമെല്ലാം ഭരണകൂടത്തിന്റെ സഹസ്രാബ്ദത്തിന്റെ ആദ്യ ദശകത്തിൽ ജനകീയ വിപ്ലവമോ മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ഒരു ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു വിപ്ലവം നടന്നിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈജിപ്ത്, അതുപോലെ തന്നെ ലിബിയ, ടുണീഷ്യ, അൾജീരിയ പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ വിജയിക്കുകയും അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് അവർ ഭരണകൂടങ്ങളുടെ സ്വേച്ഛാധിപത്യത്തെ പിന്തുടരുകയും ചെയ്തു. എന്നാൽ അന്ന് ബഷർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സിറിയയിലും പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയും എന്നാൽ ജനങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള വിജയം നേടാൻ സാധിച്ചില്ല. അന്ന് ബഷർ അൽ അസദിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ അടിച്ചമർത്തുകയും അദ്ദേഹത്തിന്റെ ഭരണകൂടം ജനങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തപ്പോൾ അതിൽ ധാരാളം ജനങ്ങൾ ലോകത്തോട് പറഞ്ഞ് ആ വിജയത്തെ കൈവരിക്കാൻ ജനങ്ങൾക്ക് സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ഡിസംബർ 8 HTS അഥവാ ഹൈഅത്ത് തെഹ്രീർ അഷ്റാഫ് എന്ന വിമത സംഘം അഥവാ അതിന്റെ നേതാവായ ജൂലാനിയുടെ നേതൃത്വത്തിൽ സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ വൻ ജനാവലിയോടുകൂടിയുള്ള പ്രക്ഷോഭത്തിന് അരങ്ങേറുകയാണ്. വളരെ സമാധാനമായ രൂപത്തിലാണ് അവർ പ്രക്ഷോഭം നടത്തുന്നത്. എന്തിനാണ് അവർ പ്രക്ഷോഭത്തിനെതിരെയുന്നത്? സിറിയയിലെ മനുഷ്യവകാശ ലംഘനങ്ങളെ കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തെ കുറിച്ച്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ട ജോലി നൽകാതെ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും യുദ്ധഭീതി കഴിയേണ്ടി വരുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥയിൽ ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്. അങ്ങനെ സിറിയൻ ഡിസംബർ 8 തെഹ്രീർ അഷ്റാഫ് എന്ന് പറയുന്ന HTS എന്ന് പറയുന്ന ആ വിമത സംഘം സിറിയയെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച് ജനാധിപത്യത്തിലേക്ക് പടുത്തുയർത്തുകയാണ്. അന്ന് HTS നേതാവ് അബൂ മുഹമ്മദ് അൽ ജൂലാനിയുടെ ഒരു പ്രഖ്യാപനം, സിറിയ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ബഷാറിന്റെ സ്വേച്ഛാധിപത്യത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സിറിയ എന്ന സ്വേച്ഛാധിപത്യത്തിന്റെ പതനത്തിലേക്കും ജനാധിപത്യത്തിന്റെ വിജയത്തിലേക്കും ജനാധിപത്യത്തിന്റെ പുതുനാമ്പുകൾ എന്ന് സിറിയയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നായിരുന്നു സ്വേച്ഛാധിപത്യ ഭരണം എന്ന് പറയുന്നത്, മറ്റൊന്നായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. വളരെ മലീനസമായ കാലഘട്ടത്തിലൂടെയായിരുന്നു സിറിയ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഷർ അൽ അസദിന്റെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
സാമൂഹിക അസമത്വങ്ങളും കൂട്ടുവിളയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു ബഷർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിൽ നിന്നെല്ലാം ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ അതിനെതിരെ സമരം നടത്തിക്കൊണ്ട് നേടിയെടുത്തതാണ് ഇന്നത്തെ ജനാധിപത്യ വിജയം എന്ന് പറയുന്നത്. കാരണം ഏതൊരു ജനാധിപത്യ രാജ്യവും പുൽകുന്നത് സ്വേച്ഛാധിപത്യത്തിന്റെ പതനത്തോടു കൂടിയാണ് എന്ന് പല രാജ്യങ്ങളിലെ വിജയം നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അസദിന്റെ ഭരണകൂടം അത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തിലൂടെയായിരുന്നു ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്ന് ലോകത്തെ എല്ലാ നേതാക്കന്മാരിലേക്കും വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അന്ന് സിറിയയെ സഹായിച്ചിരുന്നത്, അന്ന് ജനകീയ വിപ്ലവത്തിൽ സിറിയയെ സഹായിച്ച റഷ്യയും അതുപോലെ തന്നെ യുക്രൈൻ പോലെയുള്ള ഹിസ്ബുള്ളയെ